ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം 17-ന് വിധി പറയും. വിചാരണ നടപടികൾ പൂർത്തിയായി. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രതി സന്ദീപ് മദ്യലഹരിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സൂര്യഗായത്രി, വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെ? അമൃത, 2023 മെയ് 10-ന് നടന്ന വന്ദനാദാസിന്റെ കൊലപാതകം അത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ ആകെ ആശങ്കയിലാഴ്ത്തിയ, കേരളത്തിൽ തന്നെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതും നടപടികളൊക്കെ സർക്കാർ സ്വീകരിച്ചതുമായിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. എന്തായാലും കേസിലെ വിചാരണ നടപടികൾ ഇതോടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ മാസം 17-ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വന്ദനാദാസ് മുട്ടുച്ചിറ നമ്പിച്ചിറക്കാലയിൽ മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏക മകളായിരുന്നു. ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയാണ് അന്നത്തെ ദിവസം പൊലിഞ്ഞത്. വന്ദനാദാസ് MBBS പഠനത്തിന് ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജൻസി ചെയ്യുന്നതിനിടെയാണ് 2023 മെയ് മാസം 10-ന് പുലർച്ചെ അക്രമിയുടെ കുത്തേറ്റ് മരിക്കുന്നത്. മദ്യലഹരിയിൽ വന്ന സന്ദീപ് എന്ന പ്രതി വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെ ചികിത്സിക്കാനെത്തിയ ഒരു ഡോക്ടറെ കുത്തി പരിക്കേൽപ്പിക്കുക, അത് പിന്നീട് വന്ദനയുടെ മരണത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ആകെ ഞെട്ടിച്ച ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വിധി പറയുന്നത്. ഈ മാസം 17-നാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുക എന്നുള്ളതാണ്. അത് ഏവരും കാത്തിരിക്കുന്ന ഒരു വിധി കൂടിയാണ് അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.